காரடையான் நோன்புக்கு நம்ம பண்ணுற உப்படையும் இனிப்படையும் எப்படி பண்ணுறதுன்னு இன்றைக்கி பார்க்கலாம். இதில் உப்படை 2 வெர்ஷன்ஸ் பண்ணி காணிக்கிறேன். கூட இனிப்படையும் அதில் தானே அரிசிப்பொடி பண்ணி எப்படி பண்ணுறது பார்க்கலாம். அதில் അരിശിപ്പൊടി பண்ணுறதுக்கு പച്ചരിശി 4 മണിക്കൂർ ഇതുപോലെ നന്നാ ഉമിഴ്ത്തി നന്നാ കളഞ്ഞ് ഒരു അരിപ്പയിൽ ഇതുപോലെ വെള്ളം വാരുന്നതുക്ക് മാറ്റി വയ്ക്കരുത്. നന്നാ വെള്ളം വാർന്ന് കഴിഞ്ഞ് അതൊരു കോട്ടൺ തുണിയിൽ ഇതുപോലെ പരത്തി വെച്ചാൽ നന്നാ ഉണങ്ങി കിടക്കണം. അതിലുള്ള തണ്ണിമയം നന്നാ ഇതുപോലെ പോയി കയ്യിൽ ഒട്ടാமல் ഇരിക്കപ്പെട്ട അന്ത പരുവാകുമ്പോൾ നമുക്ക് മിക്സിയിൽ അത് പൊടിച്ചെടുക്കണം. കാരടയാൻ നോമ്പുക്ക് എടുക്കപ്പെട്ട അരിശിപ്പൊടി നല്ല നൈസായിരിക്കണം. അപ്പം എന്താ അരിപ്പയെന്ന് ചൊല്ലരുത്, നൈസ് അരിപ്പയിൽ വേണം അരിശിയെ ചലിച്ചെടുக்கிறதுக்கு. ഇതുപോലെ ചലിച്ചെടുത്ത് ബാക്കി വരപ്പെട്ട അരിശിയെ മിക്സിയിൽ ഇതുപോലെ പോട്ടിട്ട് 2-3 പിടി പച്ചരിശിയും കൂടെ പോട്ട് നന്നാ പൊടിച്ച് ഇതുപോലെ എല്ലാം പൊടിച്ചെടുത്തിട്ട് ലാസ്റ്റ് വരപ്പെട്ട കപ്പിയെ നമുക്ക് ഉപ്പുമാ കുഴക്കട്ടങ്ങനെ എടുക്കില്ല. എന്താ അരിച്ച് വെച്ചിരിക്കപ്പെട്ട അരിശിപ്പൊടിയെ നമുക്ക് വറുത്തെടുക്കല. ആദ്യം കിളறதுக்கு கொஞ்சம் கஷ்டமாக இருக்கும். அந்த அரிசிப்பொடியில் கொஞ்சம் தண்ணியோட அம்சம் இருக்கிறது கொண்டு அது சூடு தட்டும் தோறும் அது கொஞ்சம் கூட சீக்கிரமாக നമുക്ക് கிளற முடியும். അരിശിപ്പൊടി നന്നാ വറന്നിരിക്കുമെന്ന് பார்க்கறதுக்கு 2-3 ഇൻഡിക്കേഷൻസ് ഉണ്ട്. ആദ്യം അരിശിപ്പൊടി നമ്മളിപ്പോൾ ആപ്പിയാൽ എടുക്കുമ്പോൾ നല്ല പൂ പോലെ ഇതുപോലെ വിഴുന്നിട്ടിരിക്കും. അതിൽ നിറയെ ചിന്ന ചിന്ന ഉണ്ടകൾ ഇതുപോലെ നന്നാ വറந்து കഴിയുമ്പം ചിന്ന ചിന്ന അരിശി ഉണ്ടകൾ നമുക്ക് കാണാൻ முடியும். ഇല്ലാട്ട് തന്നെ നല്ല മണം വരും അരിശിപ്പൊടിയോട്. ഇതേ അരിശിപ്പൊടിയെ വെച്ച് നമുക്ക് ഇടിയപ്പം പണ്ണാർത്തക്ക് മുടിയും. അപ്പോൾ അതേ പരുവത്തിലേക്കും വറുത്തെടുക്കരുത്. ഇടിയപ്പം പൊടിയെ വെച്ചും ഇപ്പം ആത്തിൽ വറുത്തെടുക്കരുത്. ഇല്ലാട്ട് തന്നെ കടയിലേന്ത് വാങ്ങപ്പെട്ട ഇടിയപ്പ പൊടിയെ എടുക്കരുത്. ഇപ്പം അതിൽ ചിന്ന ചിന്ന അരിശിയോടെ ഉണ്ടകൾ ഇരിക്കരുത് മാറ്റുறதுக்கு വേണ്ടി നമുക്കിതുപോലെ മിക്സിയിൽ പോട്ട് നന്നാ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് എന്താ ചിന്ന ചിന്ന അരിശിയോടെ ഉണ്ടകളെല്ലാം മാറി നല്ല നൈസ് പൊടിയാണ് നമുക്ക് കിടക്കും. ഇതുപോലെ ബാക്കിയുള്ള അരിശിപ്പൊടിയെ പൊടിച്ചെടുത്തിട്ടാണ് നമുക്ക് നോമ്പട പണ്ണാർത്തക്കുള്ള അരിശിപ്പൊടി കറക്റ്റായി ഇതുപോലെ പണിയെടുത്താൽ പോരും. ഇനി ആദ്യത്തെ ഉപ്പ് വെർഷനൊക്കെയുള്ളത് ഇപ്പോൾ തേങ്ങാ എണ്ണയൊക്കെ എടുത്തിരിക്കാൻ അതിൽ കടുകും കാഞ്ചമുളകയും പോട്ട് താളിച്ച് കടുക് നന്നാ പൊരിഞ്ഞ് വരുമ്പോൾ അതിൽ ഉഴുന്ന് പരിപ്പ് പോട്ട് ഒന്ന് ചുവന്ന് വരുമ്പോൾ കരിവേപ്പിലയും പോടരുത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും പോട്ട് നമ്മൾ വെന്ത് വെച്ചിരിക്കപ്പെട്ട കാരാമണി 1 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ കാരാമണിയും തേങ്ങാക്കൊത്തും പോടலாம். അത് അവളോட വിരുപ്പத்துக்கு ஏற்ற ക്വാണ്ടിറ്റിക്ക് കൂട്ടവോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഇപ്പോൾ 1 ഗ്ലാസ് പണ്ണിന അരിശിപ്പൊടിക്ക് ഞാൻ 1.25 ഗ്ലാസ്സാക്കും തണ്ണി എടുക്കറേൻ. ചില അരിശിക്ക് 1.5 ഗ്ലാസ് തണ്ണി താൻ തേവപ്പെടും. അത് പാത്തിട്ട് വിട്ടുമ്പോൾ ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളത്തെ കിട്ടൊക്കെ വെച്ചിട്ട് അരിശി നന്നാ വെന്ത് കിടക്കലാണ് അത് മിക്സ് പണി വേവിച്ചെടുത്തിട്ടാലും പോരും. 1.5 1.25 ഗ്ലാസ് വരെ തണ്ണി തേവപ്പെടും. അപ്പം തണ്ണി നന്നാ തിളച്ച് വരുമ്പം പൊടിച്ചു വെച്ചിരുന്ന അരിശിപ്പൊടിയെ ചേർക്കറേൻ. இந்த பொடியெல்லாம் ரெடிமேடு பொடியாகும் வாங்குறேன்னுண்டானா இடியப்ப பொடியோட പാക്കറ്റിലേന്നുള്ള പൊടിയെ യൂസ് பண்ணிங்கோ. അതെല്ലാമാ ചേർന്ന് നന്നാ ഉരുണ്ട് വരപ്പെട്ട അന്ത പരുവമാവുമ്പോൾ അടപ്പ വെച്ച് ചിന്ന വാനിലയിൽ അടച്ചു വെച്ച് ഒരു 3 മുതൽ 5 നിമിഷം വരെ വേവിച്ചെടുക്കൽ. ഇതുപോലെ നന്നാ തേച്ച് കട്ടയില്ലാതെ നന്നാ കിളറി എടുക്കണം. അപ്പോൾ இந்த അരിശിപ്പൊടിക്ക് എനിക്ക് 1.25 ഗ്ലാസ് തണ്ണി കറക്റ്റായിരിക്കും. ചില അരിശിപ്പൊടി 1.5 ഗ്ലാസ് തണ്ണി തേവപ്പെടും. ഒരു 5 നിമിഷം ചിന്ന വാനിലയിൽ വേണം വേവിച്ചെടുக்கிறதுக்கு. അതൊരു പരന്ന പാത്രത്തിൽ ഇതുപോലെ മാറ്റിയിട്ട് അത് ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു നന്നാ നമുക്കത് പിശഞ്ചെടുക്കണം. കൂട്ടത്തിൽ ഇപ്പം നൈവേദ്യത്തിനും കൂടെ ആനതുകൊണ്ട് 1 ടീസ്പൂൺ നെയ്യ് വിടറേൻ. അത് വേണം എന്നുള്ളവ വിട്ടിണ്ടാ പോരും. അതുപോലെ ചൂട് നല്ല കൈ പൊറുക്കറ ചൂടല്ല. അപ്പോൾ നല്ല ചൂടില്ല പിശയறது കൊണ്ട് ഒരു ഗ്ലാസ് വെച്ച് ഇതുപോലെ പിശഞ്ചെടുക്കറേൻ.
അട നല്ല സോഫ്റ്റാக വറുത്തുക്കാക്ക് இப்படி ചൂടോടെ പിശയരുത്. ഇനിയും രണ്ടാമത്തെ വെർഷൻ ഉപ്പടയ്ക്ക് ആദ്യം போட்ட அதே தாளிப்புகள் தான் போடுறேன். கூட்டத்தில் காஞ்ச மிளகா போடுறதில்லை. அதுக்கு பകരം சில்லி ஃப்ளேக்ஸும் கொஞ்சம் மிளகாத்தூளுமாக்கும் போடுறேன். ஒரு കളർക്ക് വേണ്ടിയാക്കും മിളകാത്തൂൾ போடுறேன். അല്ല ചില്ലി ഫ്ലേക്സ് ചതച്ച മുളക് പോട്ടാൽ പോരുന്നുണ്ടാകുന്ന അത് മാത്രം പോട്ടിട്ടാലും പോരും. ബാക്കി തേങ്ങാക്കൊത്തും കാരാമണിയും പോട്ട് നന്നാ കിളറി 1.25 ഗ്ലാസ് തണ്ണി വിട്ട് നന്നാ തിളപ്പിച്ചെടുത്ത് ബാക്കി പിന്നാലെ ചെയ്ത അതേ പ്രൊസീജിയർ தான் பண்ணுறேன். ഉപ്പ് പോട്ട് തേവയ്ക്കകത്ത് ഉപ്പ് പോട്ട് നന്നാ തിളച്ച് വരുമ്പം பண்ணி வச்சிருக்கப்பட்ட அரிசிப்பொடி 1 ഗ്ലാസ് போட்டு നന്നാ കിളറി എടുക്കരുത്. രണ്ടുക്കും ഒരു ടേസ്റ്റ് വ്യത്യാസத்துக்காக ആദ്യത്തേതിൽ കാഞ്ച മുളകായ താളിപ്പിൽ ചേർത്ത് ഇതിൽ എന്താ കളർക്ക് വേണ്ടി ചതച്ച മുളകും கொஞ்சம் மிளகாத்தூளுമാക്കും போட்டிருக்கேன். രണ്ടുക്കും ടേസ്റ്റിക്ക് ചിന്നൊരു ഡിഫറൻസ് വരും. രണ്ട് രീതിയിലേ നമുക്ക് പണിയെടുക്കല. ഇതും അതുപോലെ തന്നെ നല്ല ചൂടോടെ നന്നാ പിശഞ്ഞെടുത്തിടണം. അപ്പം അട നല്ല സോഫ്റ്റായിരിക്കും. ഇതുപോലെ ഗ്ലാസ് വെച്ച് പിശഞ്ഞാൽ നമുക്ക് ரொம்ப എളുപ്പം അത് പിശഞ്ഞെടുക്കുകയും ചെയ്യலாம். ഇനി അടുത്തത് വെള്ള അട പണ്ടുറത്തേക്ക് 1 ഗ്ലാസ് അരിശിപ്പൊടിക്ക് 3/4 ഗ്ലാസ്സിലെ വെള്ളത്തെ 1.25 ഗ്ലാസ് ഞാൻ തണ്ണി വിട്ടിരിക്കேன். നന്നാ ഉരുക്കി അത് ഇതുപോലെ അരിച്ചെടുത്തിട്ട് കാരാമണിയും തേങ്ങാക്കൊത്തും 1 ടീസ്പൂൺ നെയ്യും 3/4 ടീസ്പൂൺ ഏലക്കാത്തൂളുമാ പോട്ട് അത് നന്നാ തിളച്ച് വരുമ്പം അരിശിപ്പൊടിയെ പോട്ട് നന്നാ ഇതുപോലെ കിളറി എടുക്കരുത്. ഇതും എല്ലാം ചേർന്ന് നല്ല ബോൾ പോലെ വരപ്പെട്ട ഇതിലെ ആവുമ്പോൾ അടച്ച് വെച്ച് ഒരു 3 നിമിഷം നന്നാ വെന്തെടുത്താൽ തന്നെ അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെച്ച് നന്നാ പിശഞ്ഞെടുക്കണം. അട നല്ല തിന്ന നല്ല സോഫ്റ്റാக വറുത്തുക്കാക്ക இப்படி ചൂടോടെ പിശഞ്ഞെടുക്കരുത്. അട പണ്ണറത്തുക്കുള്ള இந்த മാവ് ഇതുപോലെ ചൂടോടെ പണിനാൽ നല്ല സോഫ്റ്റാக இருக்கும். അട നല്ല ലേശം നമുക്ക് തട്ട മുടിയവും ചെയ്യും. ഇതും ഒരു പാത്രത്തിൽ മാറ്റി നമുക്ക് വെക്കണം. இப்போ வெள்ளை அடையோடையும் 2 உப்பு அடையோடையும் மாவு தயார் பண்ணியாச்சு. இந்த அடை நமக்கு ஒன்றுக்கி வாழை இலையில் பண்ணி எடுக்கலாம். இல்லாட்டன்னா வழனை இலை இல்லாட்டன்னா பேவி லீஃப்னு சொல்லுவா. இல்லாட்டன்னா சாதாரண அது ரெண்டும் கிடைக்காத வாளுக்கு அலுமினியம் ஃபாயிலையும் பண்ணி எடுக்கலாம். அடமாவு எடுக்கிறதுக்கு ആദ്യം കയ്യിൽ கொஞ்சம் தண்ணியை இதுபோல் മുക്കിണ്ടിട്ട് മാവ് എടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ 3 വിരൽ വെച്ച് ഇതുപോലെ கொஞ்சம் ലേശാ തട്ടി എടുത്തിട്ടാൽ പോരും. ആത്തിൽ இந்த വെള്ള അട ഇതുപോലെ ലേശാ താൻ പണിയെടുപ്പാൽ കട്ടിയാ പണ്ണ മാട്ട. അതേപോലെ തന്നെ ഞാനും പണിയെടുക്കറ്. 3 വിരലോടെ പാട് അന്ത അടയിൽ വരണം എന്ന് പാട്ടി ചൊല്ലുക. അതുപോലെ 3 വിരല വെച്ച് തട്ടിയിട്ട് നടുവിലൊരു ഹോളും പോട്ട് നമുക്കത് ഇഡലി തട്ടിൽ ഇതുപോലെ വെച്ച് ആവിയിൽ വെച്ച് വെന്തെടുക്കല. இந்த അടയോടെ കൂടെ ആത്തിൽ അതേ മാവ് വെച്ച് തന്നെ പിടിക്കൊഴക്കട്ടയും പണ്ണുക. ഇതുപോലെ അതേപോലത്തെ മാവ് എടുത്തിട്ട് പിടിക്കൊഴക്കട്ടയെ പോലെ പിടി പോലെ ഇതുപോലെ പണ്ണി അതും കൂടെ ചേർത്താക്കും ആവി വെക്കറത്തേക്ക് വെക്കറ്. അതും കൂടെ ചേർത്ത് നമുക്ക് അടയോടെ കൂടെ വെച്ച് ആവി ഏറ്റി നമുക്ക് വെന്തെടുക്കല. ഇനി இந்த ഇഡലി തട്ടത്തെ ഇഡലി പാത്രത്തുക്കുള്ള വെച്ച് പെരിയ വാനിലയിൽ നന്നാ സ്റ്റീം വെളിയിൽ വറുത് വരെ വേവിക്കരുത്. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ 15லேருந்து 20 നിമിഷം വരെ വെന്തെടുത്തുകാന അട കറക്റ്റാக വെന്തിരിക്കും. അത് ചൂടോടെ നമ്മൾ அந்த ഇലയിലേന്ത് എടുക്കപ്പെടാതെ അത് തറയിൽ கொஞ்சം നിവർത്തി വെച്ച് വിശർപ്പ് വെള്ളം വരാത്ത രീതിയിൽ അത് கொஞ்சம் നിരത്തി വെച്ച് നന്നാ ആറിനേക്ക് പിറക് அந்த ഇലയിലേന്തും ഫോയിലേന്തും എടുത്താൽ അട മുറിയാമ കറക്റ്റാக നമുക്ക് എടുക്കാൻ മുടിയും. ഇതുപോലെ തണുത്തേക്ക് പിറക് എടുത്താൽ പോരും. ഇതുപോലത്തെ ഉപ്പടയോടെ 2 വെർഷൻസും വേവിച്ചെടുക്കരുത്. ഇപ്പം എല്ലാ അടയും തയ്യാർ പണി എടുത്താച്ച് ഇനി നന്നാ തണുത്തേക്ക് പിറക്
നമുക്ക് அந்த இலையிலேருந்து ഇതുപോലെ മാറ്റിയെടുത്തിട്ടാൽ പോരും. ഇപ്പോൾ ബേ ലീഫിലെ പണിനാണ് അതൊക്കെ വാസന പ്രത്യേക നല്ല വാസനയാക്കും. ബേ ലീഫ് ഇരുന്നാണ് ബേ ലീഫിലെ പണി പാരുങ്കോ ഇല്ലാട്ടന വാഴ ഇലയിലോ അത് രണ്ടും കിടക്കാത്ത വാൾക്ക് അലൂമിനിയം ഫോയിലിൽ ഇതുപോലെ വെച്ച് എടുത്താൽ വിശർപ്പ് വെള്ളം വീഴാതൊക്കെ കറക്റ്റാக നമുക്ക് അട മുറിയാமல் എടുக்கிறதுக்கு முடியும். നല്ല സോഫ്റ്റായി ഇതുപോലെ ചൂടോടെ പിശഞ്ചിരിക്കുമ്പം സോഫ്റ്റായി ഇരിക്കുകയും ചെയ്യും. இந்த 3 அடையும் இந்த மெத்தடில் பண்ணி பாருங்கோ. இந்த കാരമട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് പണി കൊടുക്കലാം. ഇത് നമ്മൾ നൈവേദ്യത്തേക്ക് വെക്കുമ്പോൾ കണ്ടിപ്പാ വെണ്ണയോടെ കൂടെ താൻ നൈവേദ്യത്തേക്ക് വെപ്പും. എല്ലാവരും இந்த രീതിയിൽ അട പണി പാരുങ്കോ. എല്ലാവർക്കും കരടിയാൻ നോമ്പ് വിഷസ്.